ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഞാനിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഡേ അല്ലെങ്കിൽ ഒരു മോർണിംഗ് റൊട്ടീൻ ആസ് എ 11th ഗ്രേഡറാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് നേരെ വന്നിട്ട് എൻ്റെ തലമുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ എന്നും എണീക്കുന്ന പോലെ തന്നെ 8:15 എണീറ്റിട്ടുള്ളത്. അപ്പോൾ എണീറ്റിട്ട് മോർണിംഗ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നും രാവിലെ ചെയ്യുന്നതാണ് ഈ തലമുടിയും കാര്യങ്ങളൊക്കെ മെസ്സായിട്ട് കിടക്കുന്നത് നേരെയാക്കുക എന്നുള്ളത് കേട്ടോ. എനിക്ക് ഇത് നേരെയാക്കി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരു ഐലൈനർ വെച്ചിട്ടൊരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കാണാം, എൻ്റെ ഫ്രണ്ടിലാണ് കണ്ണാടി ഇരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഇന്ന് പൊട്ടിട്ടുണ്ടെങ്കിൽ കാണില്ല വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറയുടെ നേരെ വന്നിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പൊട്ടൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. പിന്നെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി സ്വിറ്റ് ഔട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് അല്ല, ഒരു ലക്കി ബാമ്പോ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ പിന്നെ വന്ന പേപ്പറും വന്നിട്ടുണ്ട്. പേപ്പറൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര സാഡായിട്ടുള്ള ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഉപ്പുമുളകും കണ്ടു. പിന്നെ ഞാനൊരു ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് ടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനും. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ഒന്നും ഇതുവരെയായിട്ട് മുഴുവൻ കണ്ടിട്ടില്ല. കാരണം അത് ഉറങ്ങാത്തവർ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇന്ന് ഭയങ്കര ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതായത് നമ്മുടെ അമൃതം പൊടിയുടെ കുറുക്കില്ലേ, അതാണ് കഴിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള അമൃതം പൊടിയുടെ കുറുക്കാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഞാൻ ഡിന്നറായിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം മിക്കവാറും ഇതായിരിക്കും കഴിക്കുക. പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് കഴിച്ചു. പിന്നെന്താ ഇത് ഫിലിം കാണുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനായിട്ട് വന്നു കേട്ടോ. ടൈം എത്ര ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു 10:30 അത്രയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ടേബിളൊക്കെ അത്യാവശ്യം മെസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ നോട്ട് ബുക്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മെസ്സായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബുക്സ് എല്ലാം എൻ്റെ ക്വിസ് ബുക്സാണ്. നമ്മുടെ ക്വിസ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണം. പിന്നെന്താ, അതൊക്കെ അങ്ങോട്ട് എടുത്ത് ഒതുക്കി വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് +1 പഠിച്ചിട്ടില്ല. ഞാൻ ഇന്ത്യക്കുള്ളതാണ് പഠിച്ചത്. അതെന്തോ എനിക്കിന്ന് +1 പഠിക്കാനായിട്ട് ഒട്ടും മൂടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ അത് എന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെക്കുള്ളത് അത് എന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. പിന്നെ എൻ്റെ ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാൻ പഠിക്കുന്നത് മാത്സാണ്. ഞാൻ മാത്സ് പഠിച്ചിട്ട് കുറച്ചധികം ദിവസമായി. ഇനിയും എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈലത്തിൻ്റെയൊക്കെ ക്ലാസ് കിട്ടും യൂട്യൂബിൽ. അത് എൻ്റെക്കുള്ളതെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ പേരും അതുപോലെ തന്നെ സൈലം നിങ്ങൾക്ക് ഏത് ഇതാണ് വേണ്ടത് അതടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അതിപ്പോൾ +2ൻ്റെ പോർഷൻ ആയതുകൊണ്ട് സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷാഹിദ് സാറിൻ്റെ ഫുഫു സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ക്ലാസ് കാണുന്നതും ഒരു ഫോണിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ്, അതായത് ശൗര്യയുടെ PWയുടെ ശൗര്യയുടെ ഗൈഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ഞാൻ. ക്ലാസ് കണ്ടിട്ടൊരു ബേസിക് പോലെ എടുത്തിട്ടുണ്ട്. ഫുൾ ക്ലാസ് കണ്ടിട്ടില്ല കേട്ടോ, ഇനിയും കാണാനുണ്ട്. അപ്പോൾ ബേസിക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കുകയാണ്. എങ്കിലും ഞാൻ ഫുള്ളായിട്ടൊന്നും പഠിച്ചിട്ടില്ല ആ ചാപ്റ്റർ. കാരണം എനിക്കിനി 12th കഴിഞ്ഞിട്ടാണ് ഈ ഒരു എൻ്റെ എഴുതുക. അപ്പോൾ പതുക്കെ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ പതുക്കെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലാസ് കണ്ടപ്പോൾ എഴുതിയ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്.
എനിക്കറിയാം ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഞാനൊന്നും വേറെ ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് എന്നും വീഡിയോസ് ഇടണമല്ലോ. അപ്പം ഞാനൊരു മോർണിംഗ് വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പഠിക്കാറില്ല. അല്ലാതെ വെക്കേഷൻ ആയതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവും. മോസ്റ്റ് ഓഫ് ദ ടൈം ടി വി കാണൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. അതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാനൽ എനിക്ക് അത്യാവശ്യമാണ്. കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ അക്കാഡമിക് ഇയർ. ഇപ്പോൾ സ്കൂളിൽ പോയവർക്കെല്ലാം വെരി വെരി ഹാപ്പി ഇയർ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഞാനിനി സ്കൂൾ തുറക്കുന്ന വ്ളോഗ്സും ബാക്ക് ടു സ്കൂൾ ഒക്കെ പ്രെപ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ see you guys in the next video. This is Krishna signing off. Bye.